ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രഗോസ് അമേസിംഗ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ഹാഫ് ഇയർലി ക്വസ്റ്റ്യൻ പേപ്പർസ് സയൻസിൻ്റെയാണ് ആൻസർ കീ നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾക്ക് ആക്ടിവിറ്റി 1 ആണ് തന്നിരിക്കുന്നത്. ആക്ടിവിറ്റി 1 വന്നിട്ട് ക്വസ്റ്റ്യനിൽ എന്തൊക്കെ മെത്തേഡ് ഓഫ് സീഡ് ഡിസ്പേഴ്സലാണ് ഉള്ളതെന്ന് എഴുതണം. നമുക്കറിയാലോ അതെങ്ങനെ എഴുതണം എന്ന് എഴുതാം. ഇനി B question, what are the favorable features of the fruits given above that helps in seed dispersal? നമുക്ക് ഇവിടെ മേലെ കൊടുത്തിരിക്കുന്ന ആ ഫ്രൂട്ട്സിൻ്റെ ഏതൊക്കെ ഫേവറബിൾ ഫീച്ചേഴ്സ് ആണ് അനിമൽസിനും ബേർഡ്സിനും അട്രാക്റ്റ് ചെയ്യുന്നത് അതറിയാലോ, നമുക്ക് എഴുതാം. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ C, among the following which is the plant that burst and release seed when they are ripened? നമുക്കറിയാം ലേഡീസ് ഫിംഗർ ആണ് അത് റിപ്പ് ആയിക്കഴിഞ്ഞാൽ ബേസ്റ്റ് ചെയ്യുന്നത്. ഇനി ആക്ടിവിറ്റി 2, some materials for doing an experiment related to the germination of seed are given below. അപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് വന്നിട്ട് സീഡ് ജെർമിനേഷന് വേണ്ടി തന്നിട്ടുണ്ട്. റൈറ്റ് ദി മെറ്റീരിയൽസ് നീഡഡ് ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഇതിൽ കുറച്ചും കൂടി ആ മെറ്റീരിയൽസ് നീഡഡും പിന്നെ പ്രൊസീജിയറും എഴുതാം. നമുക്കറിയാമല്ലോ ഇതെങ്ങനെ എഴുതണം എന്ന് നമുക്ക് എഴുതാം. പിന്നെ അടുത്ത B ക്വസ്റ്റ്യൻ, ഫ്രം വെയർ ഡസ് ദ പ്ലാന്റ് ഗെറ്റ് ഫുഡ് until the seed germinates and form its leaf? അപ്പോൾ എപ്പോഴാണ് പ്ലാന്റിന് അതിൻ്റെ ലീവ്സ് വരുന്നത് വരെ എവിടെയാണ് ഫുഡ് കിട്ടണത്? നമുക്കറിയാലോ കോട്ടിലീഡൻ അല്ലെങ്കിൽ എൻഡോസ്പോം എന്നും എഴുതാൻ പറ്റും. പിന്നെ C ക്വസ്റ്റ്യൻ, among the following which part comes out first when the seed germinates? അപ്പോൾ സീഡ് മുളച്ച് വരുമ്പോൾ ഏതാണ്? യെസ്, കോട്ടിലീഡൻ അല്ല, റാഡിക്കലാണ്. അതൊരു കൺഫ്യൂഷൻ ആണല്ലേ. ഇപ്പോൾ നമുക്ക് ഇവിടെ ആക്ടിവിറ്റി 1 B ക്വസ്റ്റ്യൻ്റെ ആൻസറാണ്. പിന്നെ നമുക്ക് ആ പ്രൊസീജിയർ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആക്ടിവിറ്റി 2 അതിൻ്റെ ആൻസർ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ആക്ടിവിറ്റി 3 A ക്വസ്റ്റ്യൻ, what will happen if the number of foxes comes down in food web given above? അപ്പോൾ നമുക്ക് മേലെ ഒരു ഫുഡ് വെബ് തന്നിട്ടുണ്ട്. അതിന്ന് ഏതാണ് കുറഞ്ഞാൽ ഫോക്സ് അതിൻ്റെ നമ്പർ താഴെ കൂടിപ്പോയാൽ എന്താവും? അപ്പോൾ നമുക്കറിയാലോ. അപ്പോൾ ഇതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കത് ഇൻക്രീസ് ചെയ്താൽ എന്താവും എന്നാണ് നമുക്ക് പഠിച്ചിട്ടുള്ളത്. ഇവിടെ താഴെ വന്നാൽ എന്താവും? നമ്മുടെ ഹെന്നും സ്ക്വിറലും കാറ്റർപില്ലറും ഇതിൻ്റെ പോപ്പുലേഷൻ കൂടും. ഇൻക്രീസ് പോപ്പുലേഷൻസ് ഓഫ് ഹെൻ, സ്ക്വിറൽ ആൻഡ് കാറ്റർപില്ലർ. പിന്നെ അതിൻ്റെ B ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇൽസ്ട്രേഷൻ ഗിവൻ ബിലോ. നമുക്ക് ഇവിടെ ഒരു ട്രീയുടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ മിസ്സിങ് പാർട്സ് ആണ് എഴുതേണ്ടത്. അത് നമുക്കറിയാലോ, നമുക്ക് എഴുതാം. പിന്നെ ആദ്യത്തെ C ക്വസ്റ്റ്യൻ, വിച്ച് പിഗ്മെൻറ്റ് ഗീവ്സ് റെഡ് കളർ ടു റെഡ് സ്പിനാച്ച്? അപ്പോൾ റെഡ് കളർ ഏത് പിഗ്മെൻ്റ് ആണ് റെഡ് സ്പിനാച്ചിന് റെഡ് കളർ കൊടുക്കുന്നത്? യെസ്, നമുക്കറിയാം ആന്തോസയാനിൻ പിഗ്മെൻ്റ് ആണ്. ഇനി ആക്ടിവിറ്റി 4 ആണ്, കംപ്ലീറ്റ് ദ ഇൽസ്ട്രേഷൻ ഗിവൻ ബിലോ. അപ്പോൾ നമുക്ക് താഴെ വന്നിട്ട് ഒരു ഫ്ലോ ചാർട്ട് പോലെ തന്നിട്ടുണ്ട്. അതിനെ ഒന്ന് നമ്മൾ ഫിൽ ഇൻ ദ മിസ്സിങ് പാർട്സ്, നമ്മൾ അതിൻ്റെ മിസ്സിങ് പാർട്സ് ആണ് എഴുതേണ്ടത്. അപ്പോൾ B ക്വസ്റ്റ്യൻ, നമുക്ക് ഒരു ടേബിൾ തന്നിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സബ് ക്വസ്റ്റ്യൻ C, വിച്ച് among the following is not a റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്? അപ്പോൾ താഴെ തന്നിരിക്കുന്ന മെത്തേഡിൽ ഏതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് മെത്തേഡ്സ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കോൺക്രീറ്റിംഗ് യാർഡാണ് അതിൽ ഓഡ് 1, അത് റെയിൻ ഹാർവെസ്റ്റിംഗ് മെത്തേഡിൽ വരില്ല. ഇനി നമുക്ക് ആക്ടിവിറ്റി 5 കടക്കാം. യെസ്, വരൂ നമുക്ക് A ക്വസ്റ്റ്യനിലേക്ക് പോവാം. The plants selected by a child to identify the features of fruits are given below. Classify them suitably. അപ്പോൾ നമുക്ക് ഒരു കുഞ്ഞ് ബോക്സിൽ തന്നിട്ടുണ്ട്. ഒരു 7 പ്ലാന്റ്സും ട്രീസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് റൂട്ട്സ് ഇതാക്കിയിട്ട് നമ്മളതിനെ ക്ലാസിഫൈ ചെയ്ത് ബോക്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. പിന്നെ B ക്വസ്റ്റ്യൻ നോക്കൂ, വാട്ട് ഈസ് ദ ഫീച്ചർ ഓഫ് ലീവ്സ് ഓഫ് ദ പ്ലാന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഈച്ച് ഗ്രൂപ്പ്? നമുക്ക് പഠിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഏത് റൂട്ടാണോ അതിന് ഈ പെർട്ടിക്കുലർ വിനേഷനാണെന്നൊക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കൊരു റിവിഷൻ തന്ന പോലെയാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. ഫസ്റ്റത്തെ ചാപ്റ്റർ മുതലേ നമുക്ക് ചാപ്റ്റർ വരെയാണ് ഇതിൽ തന്നിരിക്കുന്നത്. അപ്പോൾ
സി ക്വസ്റ്റ്യൻ പോയാലോ? വിച്ച് പെയർ ഡസ് നോട്ട് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ലീഫ് ആസ് മെൻഷൻ ഹിയർ? അപ്പോൾ റൂട്ടും ലീഫും തമ്മിൽ ബന്ധമില്ലാത്ത ചെടി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം കൊലക്കേഷ്യാവും യാമുമാണ് കറക്റ്റ് ആൻസർ. പലരും ഇത് വിട്ടിട്ടുണ്ടാവും, കാരണം അത് യാം ഒക്കെ നമുക്കറിയാം, പക്ഷേ ബാക്കിയുള്ളത് അറിയില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കടക്കാം, എയും ബിയും. ഇപ്പോൾ ആക്ടിവിറ്റി 5 എ ക്വസ്റ്റ്യൻ്റെ ആൻസറാണിത്, ബിയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ആക്ടിവിറ്റി 6ലേക്ക് കടക്കാം. യെസ്, ഓക്കെ. അപ്പോൾ നോക്കൂ, എ ക്വസ്റ്റ്യൻ നോക്കൂ. ദ സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു ദ ഗ്രൂപ്പ് ഓഫ് സെലസ്റ്റിയൽ ബോഡീസ് ഷോൺ ഇൻ ദ പിക്ചർ ആർ ഗിവൻ ബിലോ. റൈറ്റ് 2 more സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് കുറിച്ച് എഴുതിയാലും കുഴപ്പമില്ല. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനത്തെ 2 എഴുതാൻ പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ ആക്ടിവിറ്റി 5ൻ്റെ ആൻസേഴ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 6ൻ്റെ സബ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ബി ക്വസ്റ്റ്യനിൽ എന്താ കൊടുത്തിരിക്കുന്നത്? ടേബിൾ കൊടുത്തിട്ട് അതിൻ്റെ ഫില്ലിംഗ് ദ മിസ്സിങ് പാർട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് സാറ്റലൈറ്റും അറിയാം, പിന്നെ അതിൻ്റെ യൂസസും അറിയാം. നമുക്കത് ഈസി ആയിട്ട് എഴുതി 2 മാർക്ക് നേടാൻ പറ്റും. പിന്നെ നമുക്ക് സി ക്വസ്റ്റ്യൻ നോക്കിയാലോ. അപ്പോൾ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, കയ്യിൽ സ്വാഡൊക്കെ വെച്ചിട്ട്. ആരാണ്? യെസ്, അത് ഹണ്ടറാണ്. കുറേ പേർക്കും സപ്തർഷീസിനൊരു കൺഫ്യൂഷൻ വരും, പക്ഷെ അതല്ല, ഹണ്ടറാണ് നമുക്ക്. ഇനി ആക്ടിവിറ്റി 7ലേക്ക് കടക്കാം. യെസ്, അപ്പോൾ നമുക്ക് 2 സിറ്റുവേഷൻ തന്നിട്ടുണ്ട്. ഒന്ന് വന്ന് പൗഡർഡ് സോൾട്ട് ലൈം ജ്യൂസിലിട്ടാലും, പിന്നെ ക്രിസ്റ്റൽ സോൾട്ട് ലൈം ജ്യൂസിന് ഇട്ടാലും. അപ്പോൾ നമുക്ക് എ ക്വസ്റ്റ്യൻ വായിക്കാം. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡസ് സോൾട്ട് ഡിസോൾവ് ക്വിക്ക്ലി വൈ? അപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് ക്ലോക്ക് വളരെ വേഗത്തിൽ അത് അലിയും, അത് എന്തുകൊണ്ടെന്ന് നമുക്കറിയാം. നമുക്ക് ഈസിയാണ്, ആൻസർ ഈസി ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് താഴെ ആൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബി വന്നിട്ട് വിച്ച് ആർ ദ 2 ഫാക്ടേഴ്സ് അഫക്റ്റ് സ്പീഡ് ഓഫ് ഡിസൊല്യൂഷൻ? അപ്പോൾ സ്പീഡ് ഓഫ് ഡിസൊല്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സാണ് നമുക്ക് എഴുതാം. പിന്നെ കംപ്ലീറ്റ് ദ ഫ്ലോ ചാർട്ടാണ്. അപ്പോൾ നമുക്ക് അതേമാതിരി ഒരു ചെറിയ ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 1ഉം 2ഉം എഴുതിയാൽ നമുക്ക് സുഖമായിട്ട് 2 മാർക്ക് കിട്ടും. നമുക്ക് എഴുതാം, നമുക്ക് അറിഞ്ഞതാണത്. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഈസി ആയിട്ട് കഴിഞ്ഞു. ആൻസേഴ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ടാറ്റ, ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.